DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 11 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴ കുറയുവാൻ സാധ്യതയുണ്ട്. ഇന്ന് ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പരക്കെ മഴ അനുഭവപ്പെട്ടിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് മാത്രമാണ് സാധ്യതയുള്ളത്. അടുത്തറിയിപ്പ്, ബാങ്ക് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു പുതിയ ഉത്തരവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ബാങ്കുകൾ തങ്ങളുടെ റെഗുലേറ്ററി ആവശ്യങ്ങൾക്കും പരസ്യങ്ങൾക്കുമായി ഉപഭോക്താക്കൾക്ക് അയക്കുന്ന SMS അലേർട്ടുകൾക്ക് ഇനി മുതൽ യാതൊരുവിധ ചാർജും ഈടാക്കാൻ പാടില്ല എന്നാണ് പുതിയ നിയമം. മുൻപ് ഓരോ 3 മാസത്തിലും 15 മുതൽ 18 രൂപ വരെ ഇതിനായി ഈടാക്കിയിരുന്നു. കൂടാതെ 500 രൂപയോ അതിൽ താഴെയോ ഉള്ള ചെറിയ ഇടപാടുകൾക്ക് നിർബന്ധമായി SMS അയക്കേണ്ടതില്ലെന്നും പകരം ഇൻ ആപ്പ് പുഷ് നോട്ടിഫിക്കേഷനുകൾ ഉപയോഗിക്കാമെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വരുമാന നഷ്ടം മറികടക്കാൻ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജുകൾ വർദ്ധിപ്പിക്കാനോ മിനിമം ബാലൻസ് പരിധി കൂട്ടാനോ ബാങ്കുകൾ ശ്രമിച്ചേക്കാം. അടുത്തറിയിപ്പ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീട്ടമ്മമാർക്കായി സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി താൽക്കാലികമായി മരവിപ്പിച്ചതാണ് മറ്റൊരു പ്രധാന വാർത്ത. BPL AAY റേഷൻ കാർഡുകളിലെ 18 ലക്ഷത്തോളം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടേണ്ട ഈ പദ്ധതിയിൽ അനർഹരായ പലരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഈ നടപടി. കർശനമായ ഫീൽഡ് വെരിഫിക്കേഷനും പഠനങ്ങൾക്കും ശേഷം മാത്രമേ പദ്ധതി ഇനി തുടരുകയുള്ളൂ. അതിനാൽ വരും മാസങ്ങളിൽ ഇതിന്റെ തുക ലഭിക്കുന്നതല്ലെന്നും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കുടിശ്ശികയോ പ്രതിമാസ വിഹിതമോ വിതരണം ചെയ്യില്ലെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അടുത്തറിയിപ്പ്, നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ജൂലൈ 17 വരെയാണ്. ഓണത്തിന് മുൻപായി അർഹരായ 1,00,000 പേർക്കെങ്കിലും മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ 4 ചക്ര വാഹനമുള്ളവർ, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ, പ്രതിമാസം 25,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ, സർക്കാർ ജീവനക്കാർ എന്നിവർക്ക് ഇതിന് അർഹതയുണ്ടാവില്ല. ആശ്രയ പദ്ധതിയിലുള്ളവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുമെന്നതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള BPL അർഹതാ സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷിക്കേണ്ടതാണ്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിനായി ജൂലൈ 21 ചൊവ്വാഴ്ച സർക്കാർ ഒരു കടമെടുപ്പ് നടത്തുന്നുണ്ട്. ഈ പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ജൂലൈ 23 മുതൽ 25 വരെയുള്ള തീയതികളിൽ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചു തുടങ്ങും. അതോടൊപ്പം വരാനിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ ഓണാഘോഷമായതിനാൽ ഓഗസ്റ്റിൽ മുൻകൂറായി 1 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി നൽകുവാൻ സാധ്യതയുണ്ടെന്ന സൂചനകളാണ് എത്തുന്നത്. അതായത് ഓഗസ്റ്റ് മാസത്തെ പെൻഷനും 1 മാസത്തെ അഡ്വാൻസും ചേർത്ത് ഒന്നിച്ച് 4,000 രൂപ ഓഗസ്റ്റിൽ ലഭിച്ചേക്കാം. ഇതിലൂടെ ജൂലൈ ഓഗസ്റ്റ് എന്നീ 2 മാസങ്ങൾക്കിടയിലായി ആകെ 6,000 രൂപയോളം ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കുമായി എത്തിച്ചേരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.